ഏതൊരു പുതുമുഖ നടനും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ടൊരു കിഡിലെ എൻട്രി ആയിരുന്നു ചേട്ടൻ്റെ. ഞാൻ അതിനുവേണ്ടി കുറേ പുറകെ നടന്നും. ഇന്നത്തെ പോലെ ഇത്രയും ഫെസിലിറ്റീസ് നമുക്കില്ല. ഇപ്പം അന്ന് നമ്മളൊരു ഡയറക്ഷൻ ഡയറക്ടറുമായിട്ട് കാണണം. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ സിനിമ ഫ്രണ്ട്ലി ആയല്ലോ. പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ സിബി വർഗീസ് കൈലാഷ് ആയത് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന് പേരുകളുണ്ട്. അപ്പം ഒരുപാട് പേർക്കുള്ളൊരു പേരാണത്. അതുകൊണ്ട് അതെനിക്ക് മോശമാണെന്നല്ല. തമാശപരമായിട്ട് പലരും വിമർശനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമ്മളൊരു തമാശ പറയുമ്പോൾ ചിലപ്പം നമുക്കത് ചിലപ്പോൾ തമാശ ആയിരിക്കും, അപ്പുറത്തെ ഒരാൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം നമ്മൾ ബേസിക്കലി വളരെ സാധാരണ സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. PS2 ഡബിങ് ചെയ്തൊരു വ്യക്തിയാണ്. എ റഹ്മാൻ സാർ പോലുള്ള ഒരാളുടെ മ്യൂസിക് ബാക്കപ്പ് വരുന്നു. എ റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ എനിക്കതൊക്കെയാണ് എൻ്റെ മൊമെൻറ്റ്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയി എന്ന് തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു അത്. സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മാറ്റ്നി ലൈവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആര്യ ഭുവനേന്ദ്രൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ കള്ളം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ള നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്വന്തം കൈലാഷേട്ടനാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സന്തോഷം. പുതിയൊരു സിനിമയും കൂടിയിട്ട് റിലീസിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം. കള്ളം എന്താണ്? കള്ളം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ സത്യങ്ങളുള്ള ഒരു കള്ളം. സത്യങ്ങളുള്ളൊരു അനുവാണ് ഡയറക്ടർ, അനുറാം. അനുവിൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റി, കല്യാണിസം. അതിനുശേഷം അനുവിൻ്റെ വേറൊരു സിനിമ കൂടിയിട്ട് നല്ല 2 സിനിമകൾ ചെയ്തു. ഇത് അനുമായിട്ട് ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. ആര്യയുടെ സ്ക്രിപ്റ്റാണ്. പിന്നെ നമ്മുടെ സൗഹൃദത്തിലുള്ള സൗഹൃദ കൂട്ടായ്മ അതിലുൾപ്പെടെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചധികം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു രസകരമായ സംഭവമായിരുന്നു. ചേട്ടൻ ഇപ്പോൾ കള്ളം സിനിമയിലൊരു ഭാഗമായത്, അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ ഞാൻ ഈ നേരത്തെ അനുറാം, അദ്ദേഹമായിട്ട് ഞാൻ നേരത്തെ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ അദ്ദേഹം ആലോചിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതൊരു വേഷമുണ്ട്, അപ്പോൾ അത് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം പിന്നെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങിയിരുന്നു, ഇങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ചെന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് ആ ഭാഗത്ത് വിദുര എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഷൂട്ടൊക്കെ. അനുറാം സാർ ഒരു വേഷത്തിൽ എത്തുന്നുണ്ട്, അത് കുറച്ചുകൂടെ പ്രത്യേകതയാണ് കള്ളം എന്ന സിനിമയുടെ. അപ്പം സാറിന്റെ വേഷത്തെ കുറിച്ചും നമ്മുടെ ഡയറക്ടർ ഇപ്പം എൻ്റെ കൂടെ തന്നെ മഹാറാണിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഇപ്പം അദ്ദേഹം നല്ല ആക്ടർ കൂടിയാണ്. അതാണ് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ആഡ് ഓൺ ആണ്. ഡയറക്ടർ തന്നെ അഭിനയിക്കുന്നുണ്ട്, ഒരു കേന്ദ്ര കഥാപാത്രമാണെന്ന് ഇമ്പോർട്ടൻ്റ് റോളാണ്. അതെ, തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് ബേസിക്കലി നല്ല ആക്ടേഴ്സ് ആയിരിക്കും. കാരണം അവർ ഇത്രയും ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യല്ലേ. അവർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് വേണ്ട എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആക്ടിങ്ങിന് ഭയങ്കരമായ സെൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഡയറക്ഷനും കൂടി അറിയുന്നതുകൊണ്ട് സ്വാഭാവികമായും കുറച്ചും കൂടി ഷാർപ്പായി അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് കണ്ടില്ല എത്രയോ ആക്ടേഴ്സ് നമുക്കുണ്ട്, മീൻസ് ആക്ടേഴ്സായി മാറുന്നു. അപ്പം അതൊരു അവർക്ക് കുറച്ചുകൂടി നമ്മളെക്കാട്ടിൽ സെൻസിബിളായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അനു നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പം ചേട്ടൻ ഡയറക്ടർ എന്ന നിലയിലും ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ എത്രത്തോളം അനുറാം സാർ സഹായിച്ചിട്ടുണ്ട്? അനു ബേസിക്കലി സംവിധായകൻ എന്നതിനൊപ്പം എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. സ്വാഭാവികമായും നമ്മളിപ്പോൾ അനുവിൻ്റെ സിനിമ എന്നുള്ളതിലല്ല, മറ്റുള്ള സിനിമകൾ നമ്മൾ ചെയ്യുമ്പോഴും അത് വളരെ ക്രിട്ടിക്കായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. ഇനി ഇന്ന ഭാഗം ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇന്നത് ശരിയാക്കണം, ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നോട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്രിട്ടിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമയിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, മിക്ക ദിവസങ്ങൾ എന്തെങ്കിലും പറയുന്ന ആളാണ്. അതൊരു നല്ലൊരു ഇതല്ലേ, നമുക്കൊരു ക്രിട്ടിക് ഉണ്ടാവും, അതൊരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഒരു ക്രിട്ടിക്സ് ഉണ്ടാവുക. അപ്പം നമ്മുടെ എന്താ പറയുക ഒരു കരിയറിന്റെ ഗ്രോത്തിനായാലും ഒരുപാട് സഹായിക്കുന്നില്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും, നോട്ട് ചെയ്ത് പറയാറുണ്ട്. അതിപ്പം നമ്മളോട് ഏറ്റവും അടുത്തിടപെടുന്ന ഒരാൾക്കാവുമ്പോൾ അത് കൂടുതൽ അറിയാൻ പറ്റും. ലൊക്കേഷനിൽ എന്ന് പറയുമ്പോൾ ഡയറക്ടർ നമ്മളെ അത്രയും സമയത്തല്ലേ കാണുന്നുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ സുഹൃത്തായും അറിയാം, മറ്റുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ ഒരാളാകുമ്പോൾ നമുക്ക് നമ്മളോട് എങ്ങനെ പറയണം എന്നറിയാം ചിലപ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അത് ഏത് സമയത്ത് പറയണം എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതൊക്കെ സെൻസിബിളി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. പിന്നെ എനിക്ക് അതിനേക്കാളൊക്കെ പറഞ്ഞ ഒരു നല്ല പ്രേക്ഷകനാണ്, നല്ലൊരു ഭയങ്കര ആസ്വാദകനാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ സിനിമകളെ കണ്ടിട്ട് ആ സിനിമകളെ കൃത്യമായിട്ട് റിവ്യൂ പറയാന്നുള്ള പോയിന്റ് അല്ല, സിനിമകളെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഇന്ന ഭാഗം ഭയങ്കര നല്ലതായിരുന്നു, അങ്ങനെ മറ്റുള്ള സിനിമകളെ കുറിച്ചൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സിനിമ മാത്രം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ചേട്ടാ ഇപ്പം പ്രൊമോഷനാണ് കള്ളം സിനിമയുടെ, അപ്പം ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും
അവരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ചേട്ടൻ രാവിലെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങി, അപ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കൊരു ഒരു സിനിമ തുടങ്ങുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നു. അത് ഏത് സിനിമയുടെയും പ്രൊമോഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും റിലീസിങ്ങിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സൈഡിൽ നിന്ന് തുടങ്ങാണല്ലോ, സ്റ്റാർട്ടിങ് ആണ്. അപ്പം അതൊരു വലിയ പ്രതീക്ഷയും നമ്മുടെ ഒരുപാട് എഫേർട്സുകളെ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അതൊരു രസമുള്ളവരുടെയാണ്. ഒരുപാട് താരനിരയുണ്ട് ഈ സിനിമയിൽ. അവരെ കുറിച്ചിട്ടും അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും. ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ വളരെ കുറച്ച് ദിവസമാണ് അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിലി അറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനു ഏത് ആൾക്കാരെയും കൃത്യമായി എന്താ പറയുക പ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ മുഴുവൻ സിനിമ കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും അനുവിനെ ഏറ്റവും അറിയുന്ന ആൾക്കാരാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ അവരെയൊക്കെ കൂടുതൽ വളരെ ഷാർപ്പായി പ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ വളരെ പ്രതീക്ഷയിലാണ്. ഓരോ ആക്ടേഴ്സിൻ്റെയും പ്ലേസ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കള്ളം എന്ന സിനിമ എടുത്തു നോക്കിയാൽ ഇതിനു മുമ്പുള്ള 3 സിനിമകളിലും ഷാഹിൻ സിദ്ദിഖ് സാറുമായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു കോമ്പിനേഷനാണ് കള്ളം സിനിമയിലും പോസ്റ്ററിലൂടെ വരുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടും നിങ്ങളുടെ ഒരു കോമ്പിനേഷനൊക്കെ എത്രത്തോളം? അല്ല, അനു ഷാഹി നമ്മുടെ സിദ്ദിഖിയുടെ മകനാണ്. അതെ അതെ. അപ്പം അതുപോലെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒക്കെ എപ്പോഴും അനു ഒരു സിനിമ ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊക്കെ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്ന് വെച്ചാൽ വളരെ ഫോഴ്സ്ഫുള്ളി അല്ല, പറ്റുന്നിടത്തോളം അങ്ങനെ ശ്രമിക്കുന്ന ആളാണ്. അവൻ ഒരുപാട് കഥകൾ പറയും. എല്ലാ കഥകളും നമുക്ക് സിനിമയാക്കാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ അവൻ പറയുന്ന ഒരു സദസ്സാണ് ഇപ്പോൾ ഷൈനും ഞാനും ഒക്കെയുള്ള ഒരു കൂട്ടായ്മ പോലെ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു സിനിമയുടെ ഭാഗമാകുന്നതിന് നമുക്കത് വളരെ ലൈറ്റ് ഒരു വലിയ സംഭവമല്ല. കാരണം അതിൽ കൂടുതൽ സമയം നമ്മൾ മറ്റുള്ള സമയത്ത് സിനിമ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒരു 2-3 വാക്കുകളിൽ സിനിമയൊന്ന് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് കള്ളം സിനിമ? എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാവുന്ന ഒരു സിനിമയായിരിക്കും. നമുക്ക് എവിടെയൊക്കെ അറിയുന്ന ചുറ്റുപാടുകളുള്ള സിനിമയാണ്. നമുക്കൊരുപാട് എഫേർട്ടുകൾ വേണ്ടാത്ത പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. ഇപ്പം പോസ്റ്ററിൽ തന്നെ 2 പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കയറ് വെച്ചിട്ട് കെട്ടിയ ഒരു പോസ്റ്റർ, അതായത് ഒരുപാട് ചുറ്റപ്പെട്ട കള്ളങ്ങളാണെന്നോ, അങ്ങനെയാണോ ആ പോസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിനകത്ത് ചില കഥാപാത്രങ്ങൾ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുന്നുണ്ട്. മിക്സ്ഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് അത് ഊരിയെടുക്കുന്നതാണ് ക്ലൈമാക്സ്. അപ്പം അതായിരിക്കും അതിലൂടെ ഉദ്ദേശം തോന്നുന്നു. അതൊരു വേറെ പോസ്റ്റർ ഫുൾ പസിൽസ് ആണ്. ആ പസിൽസ് നമ്മളാണ് ജോയിൻ ചെയ്യുന്നത്. അല്ല, ശരിക്കും അതല്ലേ ഓരോ സിനിമയും, ഓരോ കഥാപാത്രങ്ങൾ, ഓരോ ടെക്നീഷ്യൻസ്, അതിങ്ങനെ പസിൽസ് പോലെ വെച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യല്ലേ. ചിലപ്പോൾ അങ്ങനെ വയസ്സായിട്ട് ആലോചിക്കാം. പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നു ചില സാഹചര്യങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നില്ലേ, അപ്പോൾ അത് ഒരു പറക്കി കൂട്ടി വെച്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ആയിരിക്കണം. ചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാനിതുവരെ അങ്ങനെ ചെയ്ത് പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ള ക്യാരക്ടർ ഞാൻ കണ്ടു. ഡിഫറെന്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ലുക്കിലാണ്, പ്ലസ് കുറച്ചൊരു റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ പൊതുവേ കുറച്ച് അത്രയും കഥാപാത്രങ്ങൾ കുറവാണ് ചെയ്തിട്ടുള്ളത്. അനുവിന് അങ്ങനെ തന്നെ വേണമെന്നും അത്തരത്തിലുള്ള ഒരു അപ്പിയറൻസ് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മളത് ഡയറക്ടറിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ജിയോ ബേബി സാർ, ഡയറക്ടർ ജിയോ ബേബി ഉണ്ട്. അപ്പം പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും കാതലൊക്കെ പോലെ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള ഒരു ഡിഫറെൻറ്റ് തോട്ട്സ് വളരെ പെട്ടെന്ന് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംവിധായകനാണ്. ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തോട് കൂടുതൽ ഇടപെടുന്നത്. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ മുറിയിലായിരുന്നു. അപ്പോൾ വളരെ രസകരമായ സൗഹൃദങ്ങളും പലപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകൾ പറയാൻ പറ്റി, നിലപാടുകളും. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഞാൻ വേറൊരു ചടങ്ങിന് പോയതാണ്, അവർ മറ്റൊരു ചടങ്ങിനാണ്, എങ്കിൽ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പം അങ്ങനെ അപ്പോഴും ഞങ്ങൾ നമ്മുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു.
അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞത് ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആവുന്ന ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആയിട്ട് വരും. ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ട്. നല്ല ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റിയ ആളാണ്. വളരെ ഒരു രസമുള്ള ആക്ടറാണ് അദ്ദേഹം. അപ്പം ഒരു ഡയറക്ടർ എന്ന നിലയിലാണോ ഒരു ആക്ടർ എന്ന നിലയിലാണോ കുറച്ചും കൂടെ ജിയോ ബേബി സാറിനോട് ഒരു ഇഷ്ടം തോന്നി? അല്ല, നമുക്ക് അദ്ദേഹം ആദ്യം സംവിധാനം എന്ന നിലയിൽ നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം ഈ രണ്ട് സിനിമയുടെ കോൺസെപ്റ്റ്സും അത്രയും യൂണീക്കായിരുന്നു. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ ചാൻസ് അത് സാധാരണ ഒരു സംവിധായകൻ പറയാത്ത ഒരു ഏരിയ സബ്ജക്ട്സുകൾ അദ്ദേഹം ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആക്ടിങ്ങിന് വലിയ ഒരു സൈഡുണ്ട്. അപ്പം അദ്ദേഹം കൂടുതൽ പ്രതീക്ഷയോടുകൂടി മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. ഇപ്പം കൈലാഷ് ചേട്ടനെ ഒരു സിനിമയിലോട്ട് ഇപ്പം കാസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചേട്ടനെ ഒരു കഥ എങ്ങനെയായിരിക്കും സമീപിക്കേണ്ടത്? ചേട്ടൻ ക്യാരക്ടേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വിചാരിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നതിനെക്കാട്ടുള്ള സംവിധായകൻ എന്നെ തിരഞ്ഞെടുക്കുന്നതിലായിരിക്കും കുറച്ചും കൂടി. കാരണം നമ്മളൊരു ആക്ടർ പോയിന്റിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു അതൊരു മിനിമൽ തോട്ടാണ്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിലും വലുതാണ് അല്ലെങ്കിൽ അതിലും ഗ്രേറ്റായി ഞാൻ കരുതുന്നത് പക്ഷേ ഒരു ഡയറക്ടറിൻ്റെ മനസ്സിലൊരു കഥാപാത്രത്തിൽ ഇയാളിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെ അയാൾ അതിലേക്ക് വരട്ടെ, അത് അവരുടെ കോളാണ്. അപ്പം നമ്മുടെ ധർമ്മം അവിടെ പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെല്ലുക, അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് കോളല്ലേ നമുക്ക്. കാരണം നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ്, ഒരു കഥാപരിസരം എന്താണ്. അവിടെ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ്. ദേ ആർ ദ റിയൽ ക്രിയേറ്റേഴ്സ്. നമ്മൾ പെർഫോമിംഗ് അല്ലേ ഉള്ളൂ. സിനിമ നമ്മളെ ചൂസ് ചെയ്യുക. അതിലേക്ക് പറ്റിയാൽ കുറച്ചും കൂടി കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ചേട്ടനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നീലത്താമര തന്നെയാണ്. അപ്പം അനുരാഗം ആ പാട്ടും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഏതൊരു പുതുമുഖ നടനും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ടൊരു കിഡിലെ എൻട്രി ആയിരുന്നു ചേട്ടൻ്റെ. അപ്പം എന്ത് തോന്നുന്നു അന്നത്തെ സിബി വർഗീസും ഇന്നത്തെ കൈലാഷും തമ്മിലുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളും? നമുക്ക് സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ആദ്യത്തെ സിനിമ. ചെറുതൊക്കെ അസൂയ തോന്നിപ്പിക്കുന്ന ഒരു എൻട്രി. നമുക്ക് അസൂയ വളരെ എളുപ്പം തോന്നാവുന്ന കാര്യമുള്ളൂ. എനിക്ക് തോന്നിയ അല്ലല്ല, ഞാൻ പറയുന്നത് അത് മോശമായിട്ടല്ല പറയുന്നത്. നമ്മളതിനുവേണ്ടി ശ്രമിക്കുക. ഞാൻ അതിനുവേണ്ടി കുറേ പുറകെ നടന്നും കുറേ അധികം എന്താ പറയുക ശ്രമിച്ചും. ഇന്നത്തെ പോലെ ഇത്രയും ഒരു ഫെസിലിറ്റീസ് നമുക്കില്ല. ഇപ്പം നമ്മളൊരു ഡയറക്ടർ പോയിട്ട് കാണണം. ഇന്നത്തെ പോലെ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റില്ല, ഇമെയിൽ കൃത്യമായിട്ട് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവരെവിടെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുക. ഇപ്പം നമുക്കറിയാം, അപ്ഡേഷൻസുകളൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലാണെന്ന് അറിയുള്ളൂ, ഇവരെവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലം നമുക്കുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ സിനിമ ഫ്രണ്ട്ലി ആയല്ലോ. പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മുടെ പെർഫോമൻസുകൾ ആഡ് ചെയ്യാം. അത് നമ്മൾക്ക് അവരെ കാണിച്ചു കൊടുക്കാനുള്ള പണ്ട് നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫറുടെ അടുത്ത് പോവുകയും, കാരണം മൊബൈലിലൊന്നും അന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ന് നമ്മളൊരു കൂട്ടുകാരെ വിചാരിച്ചാൽ നമ്മളൊരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കാവുന്ന ഒക്കെ സാഹചര്യങ്ങളില്ലേ. അപ്പം അതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മളത് ശ്രമിച്ചത്. ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടും എന്താ പറയുക ഒരു ദൈവാനുഗ്രഹം കൊണ്ടും അങ്ങനെയൊക്കെ സിനിമ ചെയ്യാൻ പറ്റി. ഇന്നും ആ സിനിമയുടെ പേരിൽ നമുക്കൊരു ഒരു ഒരു ഷോൾഡർ ചെയ്യാൻ പറ്റുന്നു. അതെല്ലാം സന്തോഷത്തോടെ ഞാൻ എന്നും മനസ്സിൽ വെക്കുന്നു. പലർക്കും അറിയാത്ത ഒന്നാണ് സിബി വർഗീസ് എന്നൊരു പേര്. എല്ലാവർക്കും അറിയാം. എങ്ങനെ സിബി വർഗീസ് കൈലാഷ് ആയത്, അതിനെ കുറിച്ചിട്ട്? അല്ല, അതിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് സിബി വർഗീസ്. സിനിമയിൽ ആ പേര് മറ്റു പലർക്കും ഉണ്ടെന്ന് അറിയാലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പണ്ടപ്പോഴൊക്കെയോ ചെറിയൊരു വിളിപ്പേരുണ്ടായിരുന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ, പിന്നെ ഈ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവർക്ക് ആരാണെന്നൊരു കൺഫ്യൂഷൻ വേണ്ടത് ഞാൻ തന്നെ ഇത് ആദ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. സിബി വർഗീസ് എന്ന് ഞാൻ തന്നെയാണ് കൈലാഷ്. കാരണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവുമല്ലോ. സാധാരണ ഒരാൾക്ക് ചിലപ്പം അത് സബ്ജക്റ്റ് അല്ല. നമ്മൾ നേരത്തെ അറിയുന്നവർക്കൊരു അയാളെ പോലെ ഇരിക്കുന്നുണ്ടാവില്ലേ, അയാളാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ക്ലാരിറ്റി അന്നേ ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം സിബി വർഗീസിന് കൊടുക്കാമായിരുന്നു, കൈലാഷ് ചൂസ് ചെയ്തത്? സിബി എന്നൊക്കെ ഉള്ളത് നമുക്ക് സിബി മലയിൽ സാറുണ്ട്, അല്ലെങ്കിൽ സിബി കെ തോമസ് ഉണ്ട്, ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന് ആ പേരുകളുണ്ട്. അപ്പം ഒരുപാട് പേർക്കുള്ളൊരു പേരാണത്. അതുകൊണ്ട് അതെനിക്ക് മോശമാണെന്നല്ല. ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് ഐഡന്റിറ്റി പോലെ ഇപ്പോഴും എൻ്റെ എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഇല്ല അങ്ങനെ. അതെ, എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെ ടി വി ചന്ദ്രൻ സാറിൻ്റെ
ഫ്രെയിമിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു, അപ്പം സാറിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഭൂമിയുടെ അവകാശികളിൽ? ഭൂമിയുടെ അവകാശികൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മളതൊരു സിനിമയെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും കാഴ്ചപ്പാടുകളെ അതിനെയൊക്കെ പൊളിച്ചു തന്ന സിനിമയാണ് എനിക്കത്. ഒപ്പം നമ്മൾ പൊതുവെ ഈ ആക്ടേഴ്സിലൂടെ അല്ലേ അഭിനയിക്കുക. അതിനകത്ത് ഒരുപാട് ജീവജാലങ്ങൾക്കൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, പാമ്പും പഴുതാരയും, വെറൈറ്റി അത് അങ്ങനെ ഒരുപാട് വവ്വാൽ ഉൾപ്പെടെ ആമ ഒക്കെയുള്ള ഒരുപാട്. അപ്പം ഇവർക്കൊപ്പം നിന്ന് ഡയലോഗുകൾ പറയുക, അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക, അത്തരത്തിലുള്ളൊരു കഥാസന്ദർഭമാണ്. ബഷീറിൻ്റെ നോവലാണത്. അങ്ങനെ രാമേന്ദ്ര ബാബു സാറിൻ്റെ ക്യാമറയാണ്. അപ്പോൾ അത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു വർക്കിൽ പോയി നിൽക്കാൻ പറ്റി. അന്ന് ആ സമയത്ത് ഗോവ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ, ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ, JNU ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിനിമ കാണിക്കാൻ പറ്റി. പിന്നെ സാറിൻ്റെ കൂടെയുള്ള ഒരു അനുഭവം മലയാളത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 6-7 നാഷണൽ അവാർഡ്സുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. ഇപ്പോൾ ഡാനി പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധായകനൊപ്പം കുറച്ച് സമയം ഉണ്ടാവാൻ പറ്റി. അതൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ ഈ ഫെസ്റ്റിവലുകൾ എങ്ങനെയാണ് സിനിമയെ സമീപിക്കുന്നതെന്ന് എനിക്ക് ആദ്യമായി എക്സ്പീരിയൻസ്. മറ്റേ നമ്മൾ ഫെസ്റ്റിവൽസുകളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഒരു സിനിമ ഒരു റെഡ് കാർപ്പറ്റിൽ ചെന്ന് ഒരു ഫിലിം കംപ്ലീറ്റ്ലി ഫിലിം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കാണുമ്പോഴേ അതിനെങ്ങനെ എടുക്കുന്നതൊക്കെ അതൊരു ഭയങ്കര രസകരം. ആദ്യമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുൻപ് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷൻ ഐറ്റത്തിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അതാണ് നമ്മളെ ആദ്യത്തെ ഈ സിനിമയുടെ ഒരു മൊമെൻ്റ് വരുന്നത്. അങ്ങനെ ഗോവയിൽ ഞാൻ സാറിൻ്റെ കൂടെ പോന്നു. ഈ ഫിലിം ഫെസ്റ്റിവൽസുകളിൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് സിനിമയ്ക്ക് ഇമ്പോർട്ടൻറ്റ്. ആക്ടേഴ്സ് അതിന് ശേഷമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഇവരുടെ കൂടെയൊക്കെ പോവുകയും അപ്പോൾ ഇവരൊക്കെ പല സിനിമകൾ കണ്ട കഥകളും സിനിമകൾ കാണാൻ പോയ കഥകളും ഒരുപാട് എക്സ്പീരിയൻസ്ഡ്. അവിടെ ചെന്നപ്പോഴാണ്, ഗോവയിൽ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് TV ചന്ദ്രൻ സാറിനെ ഇത്രയും റെസ്പെക്റ്റിൽ, ഇവിടെ റെസ്പെക്റ്റ് ഇല്ലാന്നല്ല, വലിയ തരത്തിലാണ് അവരാൾക്കാർ ഫീൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ ലൈവായിട്ടൊന്ന് കാണുമല്ലോ ഇതൊക്കെ. അപ്പോൾ സാറിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇയാളാണ് നമ്മുടെ സിനിമയുടെ ഒരു വേഷം പ്രധാനമായി ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു അവരുടെ ഒരു ലുക്കും അതൊരു ഡിഫറെൻറ്റ് സ്പേസാണ്. തിരുവനന്തപുരത്താണെങ്കിലും ഫുൾ തിയേറ്റേഴ്സ് ഇങ്ങനെ TV, അത് നമ്മളുള്ള സിനിമ എന്നുള്ളതല്ല, അത് TV ചന്ദ്രൻ സാറിൻ്റെ സിനിമയ്ക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ എവിടേക്കോ ചില നിമിത്തം പോലെ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോകാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു നടൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയി എന്ന് തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു അത്? നടൻ എന്ന നിലയിൽ സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. നടൻ എന്ന നിലയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താ വെച്ചാൽ ഇവരൊക്കെയാണ് നമ്മളിങ്ങനെ അറിഞ്ഞും അറിയാതെയൊക്കെ പോളിഷ് ചെയ്യുന്നുണ്ടാവും. അതല്ലേ ഇപ്പം സിനിമയാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മാർഗം എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടായി കാണുമല്ലോ ജീവിതത്തിൽ? അല്ല, അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ വളരെയധികം ശ്രമിക്കും, പലപ്പോഴും അത് എത്തില്ല, അല്ലെങ്കിൽ എത്താൻ കഴിയാത്ത സിറ്റുവേഷൻ വരാം. അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യം ഒരു നോട്ടബിൾ ആവുന്ന സിനിമകൾ കിട്ടും. നമ്മൾ നിലത്താമര പോലുള്ള സിനിമകളിലൂടെ നമ്മളെ ആൾക്കാർ അറിയുന്നു എന്ന് പറയുന്ന മൊമെന്റിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ അടുത്തടുത്ത സിനിമകൾക്ക് ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം നിൽക്കാൻ. പക്ഷെ വീണ്ടും നമുക്കൊരു ഊർജ്ജം എവിടെ നിന്നെങ്കിലും വരും. അതൊരു സിനിമയുടെ കോളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഓർക്കാതിരിക്കുന്ന ദിവസമായിരിക്കും ഒരാൾ നമ്മളെ കാണുമ്പോൾ നിങ്ങൾ ഇന്ന സിനിമ നമ്മൾ കണ്ടു എന്ന് പറയുന്നുണ്ടാവും. അതൊക്കെ നമുക്കൊരു കിക്കാണ്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥലം, അങ്ങനെയൊക്കെ തോന്നാം. അപ്പം അങ്ങനെ തോന്നി ഒരു രസമുള്ള യാത്രയല്ലേ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുക എന്ന് പറഞ്ഞു. ഇനി ഒരു കൗതുകം, അതായത് PS2 ഡബിങ് ചെയ്തൊരു വ്യക്തിയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവം എന്തെങ്കിലുമൊക്കെ ഓർക്കാം. പൊന്നിയിൻ സെൽവൻ പോലൊരു സിനിമയുടെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണല്ലോ. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് ആയിരിക്കും, അങ്ങനെ പല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് അത്രയും വലിയൊരു പ്രൊജക്റ്റ്, മണിരത്നം സാറിനെ പോലത്തെ ഒരു പ്രൊജക്റ്റ്, ശബ്ദമെങ്കിൽ ശബ്ദം നമ്മളോട് എത്താന്നുള്ളത്. പക്ഷെ അത് വളരെ അതുവരെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ മറ്റൊരാളുടെ പെർഫോമൻസിന് സൗണ്ട് ചെയ്യുക, അത് കണ്ട് മനസ്സിലാക്കണം. മറ്റേ നമുക്ക് വേണ്ടിയല്ല ഡബ് ചെയ്യുന്നത്, നമുക്കറിയാലോ നമ്മൾ എന്താ ആ സീനിൽ ചെയ്തേ. അതൊരു ബെറ്റർമെൻറ്റ് പോയിന്റ് അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹം നമ്മുടെ ശബ്ദം കേൾക്കുന്നു ഒരു പോയിന്റ് കഴിയുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശബ്ദത്തിൽ
എ റഹ്മാൻ സാർ പോലുള്ള ഒരാളുടെ മ്യൂസിക് ബാക്കപ്പ് വരുന്നു. എ റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ എനിക്കതൊക്കെയാണ് എൻ്റെ മൊമെൻറ്റ് അതിനോട് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു ശബ്ദം തിയേറ്ററിൽ ഒരു ഫുള്ളസ്റ്റ് പ്രൊജക്റ്റിൽ നമ്മളല്ലാത്തൊരാൾക്ക് വേണ്ടിയിട്ട് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത്, കേൾക്കാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ്, അച്ചീവ്മെന്റ് ആയിട്ട്. തീർച്ചയായും. അത് ഇതൊക്കെ ലൈഫിൽ ഓരോ ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ ശബ്ദം അവിടെ രേഖപ്പെടും. ശരിക്കും എല്ലാ ആക്ടേഴ്സിൻ്റെ അവസ്ഥ അതാണ്. നമ്മൾ ഒരു ശബ്ദം ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, നമ്മളിതിങ്ങനെ വെച്ച് പോവല്ലേ. ഇപ്പോൾ നമ്മൾ പസിൽസ് പറഞ്ഞ പോലെ അവർ വെച്ച് പോവാണ്. തമാശപരമായിട്ട് പലരും എന്താ പറയുന്നത് വിമർശനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചേട്ടൻ്റെ ഫിലിമിനെയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാവില്ലേ. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമ്മളൊരു തമാശ പറയുമ്പോൾ ചിലപ്പം നമുക്കത് ചിലപ്പോൾ തമാശ ആയിരിക്കും, അപ്പുറത്തെ ഒരാൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ തമാശയൊക്കെ ചെയ്യുന്ന മറ്റുള്ളവരെ അത് വളരെയധികം എന്താ പറയുക വലുതായിട്ട് അഫക്റ്റ് ചെയ്യാൻ ചാൻസ്. അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും ഒരു സൈഡിൽ. പിന്നെ എന്താ പറയുമോ, നമുക്ക് ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഇരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യം നമുക്കിത് വിഷമം വരും. അയ്യോ ഇതെന്ത് പറ്റി, നമ്മളെന്തിനാ ഇങ്ങനെ ചെയ്ത്, എന്തിനാ അവരങ്ങനെ പറയാനൊക്കെ നമുക്ക് തോന്നാം. കാരണം നമ്മൾ ബേസിക്കലി വളരെ സാധാരണ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ പിന്നെ നമുക്കത് മനസ്സിലാവും അതിനെ അത്തരത്തിലെ കാണേണ്ട ആവശ്യമുള്ളെന്നും അതിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നും. കാരണം ഇതിനൊക്കെ നമ്മളേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ടീച്ചറോട് സംസാരിക്കാം. ടീച്ചറുടെ നിൽക്കാത്ത വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പലിനോട് പോയി പറയാം. പ്രിൻസിപ്പലിനോട് നിൽക്കാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ പേരൻസിനോട് പറയാം. ഇതിപ്പോൾ നമ്മളൊരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ അടുത്ത് പോയി പറയാൻ പറ്റുക? നമ്മൾ തന്നെയാണ് ഓവർകം ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അല്ല, നമുക്കിതിനകത്ത് ഇയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. ബാക്കി എല്ലായിടത്തും നമുക്ക് ആ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ മറ്റേത് ജോലി നോക്കിക്കോളൂ, അവിടെ ഒരാൾ നിങ്ങളുടെ ഒരു വർക്കിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പം നിങ്ങൾ ചെയ്ത് ശരിയായിട്ടുണ്ടാവില്ല, അല്ല നിങ്ങൾ വിചാരിച്ചിടത്ത് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നാളെ ബെറ്റർമെൻ്റ് ആക്കാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാലും അവിടെ ഒരു HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ച് അയാൾ എപ്പോഴും നമ്മൾ പറയില്ല, അയാൾ സമൂഹത്തിൻ്റെതാണ്. അയാളോട് റിയാക്ട് ചെയ്യാനും അയാൾ പറയുന്ന കാര്യങ്ങളോട് എങ്ങനെ വേണം എന്നൊക്കെയുള്ള സാധാരണ നമ്മൾ പ്രേക്ഷകൻ്റെതാണ്. അപ്പോൾ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയും, അവർ ചിലപ്പോൾ നമ്മളെ അത് ശരിയാക്കണം എന്ന് പറയും, ചിലപ്പോൾ അവരുടെ തമാശയിൽ നമ്മളുണ്ടാവും. നല്ലല്ലേ, എത്ര പേർക്ക് അങ്ങനെ ആവാൻ പറ്റുന്നു. നമ്മൾ അവരുടെയും കൂടിയാണ്. പ്രേക്ഷകരോട് എന്താ പറയണേ? കള്ളം സിനിമ വരികയാണ്. കള്ളം എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമയായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ സിനിമകളിലും പ്രൊമോഷനിലും നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഓരോ സിനിമയും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ആളാണ്. അപ്പോൾ കള്ളം ഒരു രസമുള്ള കള്ളമായിട്ട് വരട്ടെ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് സംവിധായകൻ. അങ്ങനെ നമുക്ക് പരിചയമുള്ള നിങ്ങൾക്കൊക്കെ അറിയുന്ന കുറേ ആൾക്കാരാണ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നു ഏറെ പ്രതീക്ഷയോടെ ഞാനും കരുതുകയാണ്. നല്ലതാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.